എത്ര നേരം വേണ്ടിവരും എന്നത് സംബന്ധിച്ചൊന്നും ഒരു വിവരവും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ധ്യയെ പുറത്തേക്ക് എടുത്തതുപോലെ ഉള്ളൊരു ദൗത്യം അത് ഇനി സാധ്യമല്ല എന്ന് ഇവർ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ ശ്രമകരമായാണ് സന്ധ്യയെ പുറത്തേക്ക് എത്തിച്ചത്. പരുക്കുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നാണ് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതുപോലെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ബിജുവിന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സ്ലാബുകൾ ബിജുവിൻ്റെ ദേഹത്തേക്ക് വീണ് കിടപ്പുണ്ട് എന്നൊക്കെ നേരത്തെ വിവരങ്ങൾ അതിനകത്തേക്ക് കയറിയ NDRFിനെയും ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ നൽകിയതാണ്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ ഈ പറയുന്നത് പോലെ ഈ കോൺക്രീറ്റ് പാളികളെല്ലാം അവിടെ നിന്ന് മാറ്റുക എന്ന ദൗത്യം ആദ്യം പൂർത്തിയാക്കുക. അതിനുശേഷം തീരുമാനിക്കണം ഏത് രീതിയിൽ ബിജുവിനെ പുറത്തെടുക്കണം. ഇതാണോ പ്ലാൻ? അതായത് ഈ സംഭവമുണ്ടായി ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഓടിയെത്തിയവർ ഈ വീടിനുള്ളിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവർ ഉറക്കെ വിളിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ആദ്യം റെസ്പോണ്ട് ചെയ്തതും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്ത ഏക വ്യക്തിയും സന്ധ്യ തന്നെയായിരുന്നു. സന്ധ്യയുടെ മറുപടിയിൽ നിന്നാണ് ഇവരിവിടെ ഉണ്ട് എന്ന കാര്യം അവർ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതും അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും വീട് പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലായിരുന്നു. വീട് രണ്ടായി തന്നെ പിളർന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ മേൽക്കൂര രണ്ടായി തന്നെ പിളർന്നിരിക്കുന്നു, ഭിത്തികളെല്ലാം തകർന്നിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് സന്ധ്യയെ പുറത്തെത്തിച്ചതിന് ശേഷം ഈ വീടിൻ്റെ ഒരു സൈഡിലെ ഭിത്തി തകർത്ത് ഈ യന്ത്രവസ്തുക്കൾ, അതായത് ഈ മണ്ണുമാന്തി യന്ത്രം അകത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് അത് എത്രത്തോളം തകർന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഭീകരത നമുക്ക് കൂടുതൽ വ്യക്തമായത്. അതായത് നുറുങ്ങ് കഷ്ണങ്ങൾ പോലെ കഷ്ണമായി അവയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ കോൺക്രീറ്റ് പാളികളുണ്ട്, ഈ ഹോളോ ബ്രിക്സിൻ്റെ വലിയ കട്ടകളുണ്ട്, അതോടൊപ്പം വീടിൻ്റെ മേൽക്കൂരയായിട്ടുള്ള കോൺക്രീറ്റ് ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തകർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് കൂടാതെയാണ് വീടിൻ്റെ ജനൽപ്പാളികളും ജനലടക്കമുള്ള ഭാഗങ്ങളുമുള്ളത്. പക്ഷേ ഈ അകത്തെ മുറിയിൽ ഇവർ സന്ധ്യയും അതോടൊപ്പം തന്നെ ബിജുവും ഉണ്ടായിരുന്ന മുറിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. ആ സമയത്ത് സന്ധ്യയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി അധികം യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ അപകട സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. സന്ധ്യ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതുമെല്ലാം ഡോക്ടർമാർക്കും രക്ഷാപ്രവർത്തനത്തിന് നിന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ അരയ്ക്ക് മുകളിലേക്കാണ് സാരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുന്നത്. അതോടൊപ്പം വലിയ കോൺക്രീറ്റ് പാളികൾ, അലമാര, ഈ സാധനങ്ങളെല്ലാം ബിജുവിൻ്റെ ദേഹത്തേക്ക് പതിച്ചിട്ടുണ്ട്. ബിജു ഒരു ഘട്ടത്തിൽ പതിച്ചത് സന്ധ്യയുടെ ദേഹത്തേക്കായിരുന്നു. പക്ഷേ സന്ധ്യയുടെ അരയ്ക്ക് താഴേക്ക് കാലിന് പരിക്കേൽക്കുന്ന രീതിയിലായിരുന്നു കോൺക്രീറ്റും മറ്റും വീണത്. പക്ഷേ അരയ്ക്ക് മുകളിലോട്ട് ശ്വാസം എടുക്കാവുന്ന രീതിയിലാണ് സന്ധ്യ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇരുവരും കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു എന്നിരുന്നാൽ പോലും. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബിജുവിന് സാരമായി പരിക്ക് ഉണ്ട്. ബിജുവിൻ്റെ അരയ്ക്ക് മുകളിലോട്ടുള്ള പുറത്താണ് ഒരു വലിയ കോൺക്രീറ്റിൻ്റെ ബീമുള്ളത്. അതിന് മുകളിൽ ഒരു അലമാര ഉണ്ടായിരുന്നു. അലമാര നീക്കം ചെയ്യാൻ സാധിച്ചെങ്കിലും ബീം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധിച്ചില്ല. ഇതുകൂടാതെ ബിജുവിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഒരു ബീമുണ്ടായിരുന്നു. ആ ബീമും സന്ധ്യയുടെ കാലും ബിജുവിൻ്റെ കാലും എല്ലാം കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അത് മുറിച്ചു മാറ്റിയാണ് സന്ധ്യയെ പുറത്തേക്ക് എത്തിച്ചത്. പക്ഷെ അപ്പോഴും അകത്ത് കിടക്കുന്ന ബീമടക്കമുള്ളവ മാറ്റിയാൽ മാത്രമേ ബിജുവിനെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ഈ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിൽ ഇവർ രണ്ടുപേരും കണ്ടെത്തിയ മുറിയിലേക്ക് എത്തുക, ആ മുറിയിൽ നിന്ന് ബിജുവിൻ്റെ ദേഹത്തേക്ക് വീണ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യുക, അതിലൂടെ ബിജുവിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ഇത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമല്ല. പക്ഷേ ഈ ദൗത്യത്തിന് കുറേ കൂടി വൈകാരികതയുണ്ട്. കാരണം കഴിഞ്ഞ ദൗത്യം ഈ വീട്ടിലെ സന്ധ്യയെ പുറത്തേക്ക് എടുക്കാൻ അവരെ കണ്ണുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് എടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ എല്ലാവരുമായി, ഈ അടുത്ത കുടുംബങ്ങളുമായി, സമീപത്തുണ്ടായിരുന്ന ആളുകളുമായി എല്ലാം അടുത്ത ബന്ധവും സൗഹൃദവും സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ബിജു. മാത്രമല്ല ബിജുവിൻ്റെ കുഞ്ഞ് അടുത്ത നാളിലാണ് വീട് പറഞ്ഞു പോയത്. അതിൻ്റെ എല്ലാം വേദന
അനുഭവിച്ചിരുന്ന ഒരു കുടുംബം ആ വേദനയിൽ നിന്ന് മുക്തി നേടുന്നതിനിടയിലാണ് അവരെ തേടി മറ്റൊരു വേദന എന്ന രീതിയിൽ ഈ ദുരന്തവും എത്തിയിരിക്കുന്നത്. സത്യത്തിൽ എല്ലാവരും 6:30 ഈ പരിസരത്ത് നിന്ന് എല്ലാവരും ക്യാമ്പുകളിലേക്കും മറ്റും പിരിഞ്ഞു പോയ സമയത്ത് തറവാട്ടിലേക്ക് എന്ന രീതിയിൽ പിരിഞ്ഞു പോയവരാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു മകളെ അവിടേക്ക് മാറ്റിയത്. പക്ഷേ തിരിച്ച് ഇവർ ഇവിടെ എത്തുകയും ഭക്ഷണം കഴിക്കാനാണ് എന്നുള്ളതാണ് സമീപവാസികളായിട്ടുള്ളവരെല്ലാം പറഞ്ഞത്. തിരിച്ച് ഇവിടെ എത്തിയ സമയത്താണ് ആ ദുരന്തം അവരെ തേടി എത്തിയത്. ഏകദേശം 10 മണിയോടുകൂടി ആ വീടിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന മൺകൂന വിള്ളല് പറ്റി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും അവരുടെ ദേഹത്തേക്ക് ഇവരുടെ വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയും ചെയ്ത് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് പതിച്ച് വീട് പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു. എന്നാൽ സമീപത്തുണ്ടായിരുന്ന 2-3 വീടുകളുടെ മുകളിലേക്ക് പൂർണ്ണമായും പതിക്കുകയും ചെയ്തു. ആ വീട്ടിലുണ്ടായിരുന്നവരെല്ലാവരും നേരത്തെ 6:30 തന്നെ അടിമാലി ഹൈസ്കൂളിലുള്ള ക്യാമ്പിലേക്ക് മാറിയതിനാൽ അവർക്ക് ജീവഹാനി സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. പക്ഷേ വീട്ടിൽ നിന്ന് 6:30 ബന്ധു വീട്ടിലേക്ക് പോയിട്ട് പോലും ആ സമയത്ത് കൃത്യം ഈ അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാനായി ഒരുമിച്ചെത്തുകയും ഒരുമിച്ചിരുന്ന് ഇരുവരും ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് പിന്നാലെ അവരെ തേടിയെത്തിയ വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ പ്രതീക്ഷകൾ വലിയ സ്ഥാനമില്ലാതെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിജുവിൻ്റെ കാര്യത്തിൽ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് സന്ധ്യയാണ് എങ്കിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ജീവൻ്റെ പാതിയായിട്ടുണ്ടായിരുന്ന ബിജുവിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ പ്രതീക്ഷകൾക്ക് ഇടമില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഡോക്ടർമാരുടെയും ഒപ്പം അവരെ നേരിട്ട് കണ്ടവരുടെയും സാക്ഷ്യം. അതിനോടൊപ്പം നിലവിലുള്ള ദൗത്യവും നമുക്ക് അതിന് അടിവരയിടുന്നതാണ്. എന്താണെങ്കിലും അത്രത്തോളം നീളുന്നില്ല എങ്കിൽ പോലും അത്ര സമയം വേണ്ട എന്ന് പറയുമ്പോഴും കോൺക്രീറ്റ് പാളികൾ നീക്കി അവരുണ്ടായിരുന്ന ഇടത്തേക്ക് കണ്ടെത്തി അവിടെ നിന്ന് ബിജുവിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.